ഹലോ നമസ്കാരം. ഇന്നൊരു പ്രോൺസ് റൈസ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് ഇത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. ഇനി ആ ചെമ്മീനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണേ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി എടുക്കുന്നുണ്ട്. ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്. ഞാനൊരു 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ചെറിയ 2 ഗ്ലാസ് കേട്ടോ. അതാ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ആട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അരി ഒന്ന് കുതിരാൻ വെക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതിൽ 2 സവാള ഞാൻ അരിഞ്ഞ് കറിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ലാസ്റ്റ് നമുക്ക് എന്താ പറയുക വറുത്തിടൂലേ റൈസിൻ്റെ മേലെ, അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തത്. ഇനി ഒരു പാനോ കുക്കറോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അത് 3ഉം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും സവോളയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം കൂടി വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. സവാളയൊക്കെ അത്യാവശ്യം മുരിഞ്ഞ് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മസാലപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ താഴെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ എരിവ് നോക്കണം കേട്ടോ. മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ താഴെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പൊടികളും ചേർത്ത് നന്നായിട്ട് വഴറ്റണം കേട്ടോ. പൊടികളുടെ പച്ച ടേസ്റ്റെല്ലാം മാറണ വരെ ഒരു 2-3 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അത് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇടുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കണ്ട. ചെമ്മീൻ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റുക. സിമ്മിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇത് ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ചെമ്മീൻ അധികം വേവ് വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ റൈസ് ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് റൈസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതേ സമയം തന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒഴിക്കാനുള്ള വെള്ളം, ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ വെള്ളം ചൂടാക്കി എന്തായാലും വെക്കണം കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയല്ല കേട്ടോ ഞാൻ ചെയ്യണത്. ഞാൻ ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക, നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരി എന്തോരം ഉണ്ടോ അതിൻ്റെ മേളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കും ഞാനിപ്പോൾ. എന്നിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കും. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തും കിട്ടാറുണ്ട്, എന്നാൽ വേഗാതെ ഇരിക്കാറില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അടച്ച് വെച്ച്, നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നതെങ്കിൽ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 വിസിൽ അടിച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം കേട്ടോ ഞാൻ കുക്കർ തുറന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല, എന്നാൽ വേഗാതെ ഇരിക്കുന്നില്ല കേട്ടോ. കറക്റ്റാണ്. ഞാൻ എടുത്തിട്ടുള്ള വെള്ളവും കറക്റ്റാണ്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂസും കിസ്മിസൊക്കെ വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൽ കാഷ്യൂം കിസ്മിസും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സവാള, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം അതും കൂടി നമ്മുടെ റൈസിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് പക്ക ബിരിയാണി ടൈപ്പ് അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യണം. ഒരു ചെമ്മീൻ ചോറ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചെയ്യണത്. ഈ സവാള വേണമെങ്കിൽ വറുത്തിട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ വെതറി കൊടുക്കുക. കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലും നെയ്യിലും തന്നെ ചെയ്യാൻ നോക്കുക. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അധിക സമയമൊന്നും വേണ്ട. ഇപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണെങ്കിലും അല്ലാതെ കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിലും ഇത് നമുക്ക് പെട്ടെന്ന് ആക്കാനും പറ്റും. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമുക്ക് സാലഡും പിക്കിളും അതുപോലെ പപ്പടവും ഒക്കെ കൂട്ടി പിള്ളേർക്ക് കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്